മലയാളികൾ ആഹ്ലാദത്തോടെ ഓണാഘോഷം ഗംഭീരമാക്കി. ഓണാഘോഷങ്ങളുടെ തുടക്കമെന്ന സങ്കല്പമുള്ള തൃക്കാക്കര ക്ഷേത്രത്തിൽ വൻ തിരക്കാണ് ഇന്ന് അനുഭവപ്പെട്ടത്. പ്രത്യേക പൂജകളും ചരിത്രപ്രസിദ്ധമായ ഓണസദ്യയും ക്ഷേത്രത്തിൽ നടന്നു. ഓണവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും ഉറവിടമായ 4:30ഓടെയാണ് തിരുവോണ ആഘോഷങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള പൂജാകർമ്മങ്ങൾക്കും തുടക്കമായത്. തന്ത്രി പുളിയന്നൂർ വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു പ്രാർത്ഥനാ ചടങ്ങുകൾ. ദശാവതാര ചാർത്തിനും ഹരിനാമ കീർത്തനത്തിനും ശേഷം മഹാബലിയെ എതിരേറ്റു. തുടർന്ന് മഹാവിഷ്ണുവിന്റെ വാമനമൂർത്തി പ്രതിഷ്ഠയേന്തിയുള്ള ശ്രീബലി. വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ 9 ഗജവീരന്മാരാണ് ശ്രീബലിയിൽ അണിനിരുന്നത്. പിന്നീട് മതമൈത്രിയുടെ സന്ദേശവുമായി നടന്ന തിരുവോണ സദ്യയിൽ ജാതിമത ഭേദമന്യേ 10,000-ൽ-അധികം പേർ പങ്കെടുത്തു. പ്രാർത്ഥനയ്ക്കും ആഘോഷത്തിൽ പങ്കുചേരാനും സ്വദേശികളും വിദേശികളുമായി നിരവധി പേരാണ് ക്ഷേത്രത്തിൽ എത്തിയിരുന്നത്. അത്തം 1-ന് തുടക്കമായ ആഘോഷങ്ങൾക്ക് തിരുവോണ ദിനമായ ഇന്ന് സമാപനമാകും. ഒരുമയുടെയും സമ്പൽ സമൃദ്ധിയുടെയും നാളുകൾ ആശംസിച്ചുകൊണ്ട് തൃക്കാക്കര ക്ഷേത്രത്തിൽ നിന്ന് രാജു വർഗീസിനൊപ്പം സമീർ വഴങ്ങോട്. ഓണം വാരാഘോഷത്തിന് തിരിതെളിഞ്ഞതോടെ തലസ്ഥാന നഗരിയിലെങ്ങും ഉത്സവ ലഹരിയാണ്. നാടൻപാട്ടും ഫ്യൂഷൻ സംഗീതവും നൃത്ത സംഗീത നാട്യങ്ങളും നിറഞ്ഞ 30ഓളം വേദികളാണ് ആസ്വാദകർക്ക് ഓണവിരുന്ന് സമ്മാനിക്കുന്നത്. ഓണം വാരാഘോഷത്തിന് തുടക്കമായതോടെ തലസ്ഥാന നഗരി വൈദ്യുത ദീപങ്ങളുടെ മനോഹാരിതയിൽ കുളിച്ചു നിൽക്കുകയാണ്. ഓണം ആഘോഷിക്കാൻ കുടുംബസമേതം തലസ്ഥാനത്തെത്തുന്നവർക്ക് എങ്ങും വിസ്മയക്കാഴ്ച ഒരുക്കിയിട്ടുണ്ട്. നാടൻപാട്ടും ഫ്യൂഷൻ സംഗീതവും കേരളത്തിന്റെ തനത് കലാരൂപങ്ങളുടെ രംഗാവിഷ്കാരവുമായി വേദികൾ പലതാണ്. മലയാള ചലച്ചിത്ര പിന്നണി ഗായകരുടെ സംഗീത വിരുന്ന് മറ്റു വേദികളിൽ ആസ്വാദന കാഴ്ച സമ്മാനിക്കുന്നു. നഗരത്തിനകത്തും പുറത്തുമായി 30-ലധികം വേദികളിലായാണ് നൃത്ത സംഗീത നാട്യങ്ങളും അരങ്ങേറുന്നത്. ഓണാഘോഷം കാണാനെത്തുന്നവരുടെ തിരക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ വർദ്ധിക്കും. നിയമസഭ, സെക്രട്ടേറിയറ്റ്, കോർപ്പറേഷൻ എന്നിവയൊക്കെ ദീപപ്രഭയിലാണ്. കലാപരിപാടികൾക്ക് പുറമെ കുട്ടികൾക്കുള്ള അമ്യൂസ്മെന്റ് പാർക്കുകളും പലയിടങ്ങളിലും സജ്ജമാക്കിയിട്ടുണ്ട്. 18-ന് നടക്കുന്ന വർണ്ണശബളമായ സാംസ്കാരിക ഘോഷയാത്രയോടെയായിരിക്കും ഓണാഘോഷത്തിന് തിരശീല വീഴുക. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാമന ജയന്തി ആശംസ നേർന്നത് വിവാദമായതിനെ തുടർന്ന് BJP ദേശീയ പ്രസിഡന്റ് അമിത്ഷാ മലയാളികൾക്ക് ഓണാശംസകൾ നേർന്നു. ഫേസ്ബുക്കിലൂടെയാണ് അമിത്ഷാ ഓണാശംസകൾ നേർന്നത്. അതേസമയം മഹാബലിയുടെ ചിത്രം ഒഴിവാക്കിയാണ് ആശംസകൾ നേർന്നിരിക്കുന്നത്. ഓണം വാമന ജയന്തിയായി ആഘോഷിക്കാനുള്ള BJP അധ്യക്ഷൻ അമിത്ഷായുടെ പ്രസ്താവന ബ്രാഹ്മണ മേധാവിത്വത്തെ മഹത്വൽക്കരിക്കാനുള്ള നീക്കമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഓണത്തിന്റെ ഐതിഹ്യത്തെ ദളിതുവിരുദ്ധമാക്കുകയെന്ന അജണ്ടയുടെ ഭാഗമാണിത്. ഐതിഹ്യം അട്ടിമറിക്കുകയെന്ന RSS പ്രചരണ തന്ത്രമാണിതിന് പിന്നിലെന്നും കോടിയേരി പറഞ്ഞു. ഇത് കേരളീയരെ സംബന്ധിച്ചിടത്തോളം സമത്വത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, മതമൈത്രിയുടെ ഒരു സന്ദേശമായിട്ടാണ് ഓണാഘോഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സങ്കല്പത്തെ തീരെ കീഴ്മേൽ മറിച്ചുകൊണ്ട് അത് ബ്രാഹ്മണരായിട്ടുള്ള വാമനനെ മഹത്വവൽക്കരിക്കാനുമുള്ള ബോധപൂർവമായൊരു നീക്കത്തിൻ്റെ ഭാഗമാണിത്. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് ദളിത് വിരുദ്ധം പ്രചരിപ്പിക്കുന്ന RSSന്റെ ഒരു പുതിയ അജണ്ടയുടെ ഭാഗമായി ഐതിഹ്യത്തെപ്പോലും ദളിത് വിരുദ്ധമാക്കി മാറ്റുന്ന ഒരു പുതിയ സമീപനമാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കേട്ടുപടന്നിട്ടുള്ള ഐതിഹ്യം അത് മുഴുവൻ തന്നെ അട്ടിമറിക്കുക എന്നുള്ള കാഴ്ചപ്പാടാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. VS അച്യുതാനന്ദന്റെ കുടുംബസമേതമുള്ള ഓണാഘോഷം ആലപ്പുഴ പുന്നപ്ര വേലിക്കകത്ത് വീട്ടിലായിരുന്നു. രാവിലെ മുതൽ തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും വീട്ടിലെത്തി VSന് ഓണാശംസകൾ നേർന്നു. BJPയുടെയും RSSന്റെയും ജനങ്ങളോടുള്ള ശത്രുതാപരമായ മനോഭാവമാണ് വാമന ജയന്തി ആഘോഷിക്കാനുള്ള അമിത്ഷായുടെ ആഹ്വാനമെന്ന് VS പറഞ്ഞു. മഹാരാജനെ ഇല്ലായ്മ ചെയ്ത ആളുകളെ ശത്രുക്കളായിട്ടാണ് ആളുകൾ കാണുന്നത്. ആ ശത്രു സൈന്യത്തെ ഉദ്ദേശിച്ചാണ് ആ പേര് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഇപ്പോഴത്തെ BJP RSS ഭരണത്തെ സംബന്ധിച്ച് ഉള്ള ജനങ്ങളുടെ അങ്ങേയറ്റത്തെ രോഷത്തിൻ്റെ സ്വഭാവമാണ് അത് കാണിക്കുന്നത്. സൗമ്യ വധക്കേസിൽ സുപ്രീംകോടതി നാളെ വിധി പറയും. രാവിലെ 10:30-ന് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറയുക. ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ട് സൗമ്യയെ ക്രൂര പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തിയതിന് ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷയ്ക്ക് പുറമെ ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപയുമാണ് തൃശൂർ അതിവേഗ കോടതി വിധിച്ചത്. കീഴ്ക്കോടതി വിധി ഹൈക്കോടതിയും ശരിവച്ചു.
ഈ ശിക്ഷ ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഗോവിന്ദചാമി നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി ഇന്ന് അന്തിമ വിധി പറയുക. ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് വിധി പറയുന്നത്. സൗമ്യയുടേത് അപകട മരണമായിരുന്നുവെന്നും ഇത് ബലാത്സംഗമായി ചിത്രീകരിച്ച് വിചാരണ ചെയ്ത് കൊടുക്കുകയായിരുന്നുവെന്നുമാണ് ഗോവിന്ദചാമിയുടെ അഭിഭാഷകൻ കോടതിയെ ധരിപ്പിച്ചത്. കൊലപാതകം, ബലാത്സംഗം, വനിതാ കമ്പാർട്ട്മെന്റിൽ അതിക്രമിച്ചു കടക്കൽ എന്നീ കുറ്റങ്ങളാണ് ഗോവിന്ദചാമിക്കെതിരെ ചുമത്തിയത്. ബലാത്സംഗം അംഗീകരിച്ച കോടതി കൊലപാതകം നടത്തിയതിനുള്ള തെളിവുകളുടെ അപര്യാപ്തതയും കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഊഹാപോഹങ്ങൾ കോടതിക്ക് സ്വീകാര്യമല്ലെന്നും ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സുപ്രീം കോടതി ഇന്ന് നിർണായക വിധി പറയുന്നത്. സാഹചര്യ തെളിവുകൾ മാത്രമായിരുന്നു പ്രോസിക്യൂഷന്റെ അടിസ്ഥാനം. രാവിലെ 10:30 ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് വിധിന്യായം വായിക്കും. നീതി ലഭിക്കുമെന്ന സൗമ്യയുടെ കുടുംബത്തിന്റെ പ്രതീക്ഷയ്ക്കിടയിലും കോടതി ഉയർത്തിയ ചോദ്യങ്ങൾ ഗോവിന്ദചാമിയുടെ വധശിക്ഷയിൽ ഇളവ് നൽകിയേക്കുമെന്ന ആശങ്ക ഉണർത്തുന്നു. മനുശങ്കരൻ, ന്യൂസ് ബ്യൂറോ, ദില്ലി.